ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്മായിമാരെ കൈക്കലാക്കാൻ തന്നെ നമ്മുടെ ധനലക്ഷ്മി തീരുമാനിക്കുക കേട്ടോ. മറ്റൊന്നുമല്ല, വരുണിനെ കൊണ്ട് കൺമണിയെ കല്യാണം കഴിപ്പിക്കണം. അതിന് അമ്മായിമാർ മുന്നിട്ട് നിന്നാലാണ് അത് സാധിക്കുള്ളൂ എന്നുള്ളത് നന്നായിട്ട് തന്നെ ധനലക്ഷ്മിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പണയം വെച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ എടുത്തു കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്താ ധനലക്ഷ്മി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇനി നിങ്ങൾ പണയം വെച്ചിട്ടുള്ള, എൻ്റെ കയ്യിൽ പണയം വെച്ചിട്ടുള്ള ഒരു സാധനത്തിൻ്റെയും മുതലടക്കം നിങ്ങൾ എനിക്ക് തരണ്ട, ഞാൻ എല്ലാം തന്നെ തിരിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ നീ അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എനിക്ക് കുറ്റബോധമുണ്ട് കേട്ടോ, നിങ്ങളോട് എങ്ങനെയൊക്കെ സംസാരിച്ചതിനും ചെയ്തതിനും. പിന്നെ ഒരു പാലം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം. കൺമണിയും വരുണും തമ്മിലുള്ള വിവാഹം അത് നടക്കണം. എന്നാലാണ് ആ 101 പവൻ എൻ്റെ കസ്റ്റഡിയിൽ വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണോ അവരെ വിവാഹം ചെയ്യിപ്പിക്കണേ? അത് മാത്രമല്ല, ഇത് എൻ്റെ കൂടെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തായാലും തരും, 10 പവൻ വീതം നിങ്ങൾക്ക് തരും എന്നൊക്കെ പറയുമ്പോൾ അമ്മായിമാരുടെ കണ്ണും മഞ്ഞളിക്കുക കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാതിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് ഗോകുൽ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇതാണല്ലേ അമ്മയുടെ പ്ലാന്, ഇതിൽ അമ്മായിമാർ വീണത് തന്നെയാണ്, എന്തായാലും അത് മുടക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മായിമാരുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മായിമാരെ എന്തായി, വരുൺ ചേട്ടനും അപ്പയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതല്ലേ മുടക്കട എന്നുള്ളത്, അതെന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലട ഗോകുലേ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുൺ വലിയ കുഴപ്പക്കാരനൊന്നല്ല, കല്യാണമൊക്കെ കഴിഞ്ഞതൊക്കെ മാറുന്നേ. മാത്രമല്ല കൺമണിയും വരുണും കല്യാണം കഴിക്കണ്ടേ, അവൾക്കൊരു ജീവിതം വേണ്ടേടാ, അതൊക്കെയല്ലേ നമ്മൾ ഓർക്കേണ്ടത്. അത് മുടക്കുക എന്നൊക്കെ വെച്ചാൽ അപ്പയ്ക്ക് ഒട്ടും തന്നെ വരുൺ ചേട്ടന് ഇഷ്ടമല്ല എന്നുള്ളത് അമ്മായിമാർക്ക് അറിയില്ലേ, അതുകൊണ്ട് തന്നെ അത് മുടക്കണം നമുക്ക്. പിന്നെ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. എന്താടാ അത്? അതൊന്നും എനിക്കറിയില്ല. അപ്പം പറയുന്ന കേട്ടോ, ഈ വിവാഹം മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു സമ്മാനം തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഗോകുൽ അങ്ങോട്ടൊന്ന് മാറുന്നുണ്ട്. അപ്പോൾ അമ്മായിമാർക്ക് നല്ല ടെൻഷനായി. കാരണം എന്തപ്പം ചെയ്യുക, ധനലക്ഷ്മി ആണെങ്കിലോ 10 ലക്ഷം രൂപ സമ്മാനമായിട്ട് തരാമെന്നും ഇതാണെങ്കിലോ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തോ വലിയൊരു സമ്മാനം ഉണ്ടെന്നും പറയുന്നുണ്ട്. കൺമണിയുടെ കയ്യിൽ നിന്നായിരിക്കുമ്പോൾ നല്ലത് തന്നെ കിട്ടുമെന്നുള്ളത് അമ്മായിമാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടും കെട്ട അവസ്ഥയിൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അമ്മായിമാർ നിൽക്കുന്നത്. അതിനുശേഷം തന്നെ മഹിയുമായിട്ട് കൃഷി സംസാരിക്കുന്നുണ്ട്. മഹിയോട് പറയുന്നുണ്ട്, എനിക്ക് മാനസയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല, അവളുമായിട്ടുള്ള വിവാഹം എനിക്ക് വേണ്ട മഹി എന്ന് പറയുന്നുണ്ട്. നീ എന്താടാ ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ഞാൻ തന്നെയാണ് നിന്നോട് പറഞ്ഞത്, എൻഗേജ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ വിവാഹം അത് നടക്കില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത്. പക്ഷേ ഇതിപ്പോൾ കടന്നു കഴിയില്ലേ, ഡേറ്റ് വരെ ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് മാറ്റി വയ്ക്കുകയെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട അവളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എൻ്റെ മനസ്സിൽ കൺമണിയെപ്പോലൊരു പെൺകുട്ടി തന്നെയാണെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. എടാ, അവളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്, നീ എന്തൊക്കെയാണ് പറയുന്നേ? കൺമണി വിവാഹം കഴിക്കാൻ പോകുന്നത് വരുണാണെന്നൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, നീ എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ലടാ, എനിക്ക് അവളെയല്ല, അവളെ പോലൊരു കുട്ടിയെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, അതിനെന്തിനാ അവളെ പറയുന്നതെന്നൊക്കെ പറയുകയാണ്. അവളെ പോലത്തെ ഒരു കുട്ടിയെ കിട്ടണമെങ്കിൽ നമുക്ക് പരസ്യം കൊടുക്കേണ്ടി വരും. കാരണം എനിക്ക് കൺമണിയെ പോലൊരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പരസ്യം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, കൺമണിയോട് തന്നെ പറയാം, നിന്നെപ്പോലൊരു കുട്ടിയെ കണ്ടുപിടിച്ച് തരാനായിട്ട്. നീ എന്നെ കളിയാക്കണ്ട, നിനക്കിപ്പോൾ ഞാൻ മാനസിക വിവാഹം കഴിക്കണം അല്ലേ, അതല്ലേ നിൻ്റെ ആഗ്രഹം എന്ന് മഹിയോട് ചോദിക്കുകയാണ്. എന്താടാ ചെയ്യുക, അല്ലാതെ രക്ഷയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വഴി ഇപ്പം എൻ്റെ മുന്നിൽ ഒരു വഴിയും തെളിഞ്ഞു വരുന്നില്ല എന്നൊക്കെ പറയാട്ടോ. അതിനുശേഷം തന്നെയാണ് നമ്മുടെ കൃഷി പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരാളോടും കൂടി അഭിപ്രായം ചോദിക്കണമെന്നൊക്കെ. അപ്പോൾ അതാരോടൊപ്പം നീ മറ്റൊരാളോട് കൂടി അഭിപ്രായം ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കൃപയുടെ അടുത്തേക്ക് എന്നെ കൃഷി പോകുന്നുണ്ട് കേട്ടോ. മോളെ, എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലായില്ലേ? മാനസയെ ഒരിക്കലും തന്നെ എനിക്ക് ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. മോളാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു, നിനക്ക് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താണ് മോളെ ചെയ്യേണ്ടത്? എനിക്ക് അവളെ വേണ്ട. എൻ്റെ മനസ്സിൽ നമ്മുടെ കൺമണിയെപ്പോലൊരു കുട്ടിയാണ്,
അതേപോലൊരു കുട്ടിയാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ മാനസികമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും മോളെ, എനിക്ക് എന്തെങ്കിലും നിന്നോട് പറയണം, നീ എന്നോട് എന്തെങ്കിലും സംസാരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും കൃപ ഒന്നും മിണ്ടുന്നില്ല. നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോഴത്തേനും ഏട്ടാ എന്നൊരു വിളിയാണ് കൃപ വിളിക്കുന്നത്. നീ എന്നെ വിളിച്ചോ, എനിക്കത് തോന്നിയതാണോ, എൻ്റെ മോളെ നീ സംസാരിച്ചു തുടങ്ങിയല്ലോ, ഇനി എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് കൂട്ടായിട്ട് ഇനി നീ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഓടി വന്ന് കൃപയെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ ക്രഷ്. അതിനുശേഷം തന്നെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. കാരണം ഡോക്ടർ മിറാക്കിൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം കൃപയുടെ ഓർമ്മശക്തിയും അതുപോലെ എല്ലാം തന്നെ തിരിച്ചു വരാൻ തുടങ്ങി. ഇനി കൃപയെ ഇങ്ങനെ കിടത്താൻ പാടില്ല, വീൽ ചെയറിൽ ഇരുത്തിയിട്ട് എല്ലാ സ്ഥലവും കാണിക്കണം, കാറ്റും വെളിച്ചമൊക്കെ അവൾ കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമാവാട്ടോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ കൃപ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും പറയുകയാണ്. അതിനുശേഷം തന്നെ കൃപയുടെ കാര്യത്തിൽ അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു പാർട്ടി വെക്കണമെന്ന് സാഗർ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയോട് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ കൃഷി. കൺമണി, നീ കാരണമാണ് എൻ്റെ കൃപ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നു, അവൾക്ക് എല്ലാ ഓർമ്മശക്തിയും സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്, എല്ലാത്തിനും നീയും കാരണമാണ്. നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കൃപയുടെ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇന്ന് അവൾക്ക് ഇങ്ങനൊരു അവസരം വന്നത്, അവളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നത്. പിന്നെ ആ ലോപ്പസിനെ നീ അവളെ പിടികൂടി അവൾ കാവലായി നീ എന്നുകൊണ്ട് നിന്നോടല്ലേ ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്. അവിടെ ഡോക്ടറെ അടുത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരുപാട് സന്തോഷിച്ചേനെ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു പാർട്ടി നടക്കുന്നുണ്ട്, കൃപയും അതിൽ നന്നായിട്ട് തന്നെ പങ്കെടുപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നീയും വരണം കേട്ടോ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിന്നെ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ നീ, അതുകൊണ്ട് തന്നെ നിന്നോട് സോറിയും താങ്ക്സും ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, തീർച്ചയായും നീ വരണം എന്ന രീതിയിലൊക്കെ ക്രഷ് പറയാം കേട്ടോ കൺമണിയോട്. അപ്പോൾ സാർ ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിന്നെ ഞങ്ങളുടെ വീട്ടുകാരിയായിട്ടാണ് കണ്ടിരിക്കുന്നത്, അല്ലാതെ അവിടുത്തെ ഒരു ജോലിക്കാരിയായിട്ട് ഒരിക്കലും തന്നെ കാണില്ല. കാരണം നീ ഇല്ലാതെ ഞങ്ങൾക്കിനി ഒരിക്കലും പറ്റില്ല, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ എപ്പോഴും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിൻ്റെ ഒരു സപ്പോർട്ടും വേണം. ഇന്ന് ഞങ്ങളുടെ കൃപ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ് കൺമണി എന്നൊക്കെ പറയട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മഹാഭാഗ്യമാണ് നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് എന്ന രീതിയിലൊക്കെ ക്രഷ് അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൺമണിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വീണ്ടും ചേർത്ത് പിടിക്കാട്ടോ ക്രഷ് ചെയ്യുന്നത്. എന്നിട്ട് ലഡുവൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൺമണി, ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫിന് എല്ലാവർക്കും ഈ ലഡു കൊടുക്കട്ടെ, എന്നിട്ട് വരാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കൃഷി പോകുമ്പോഴത്തേനും കൺമണിക്ക് ആ ഒരു കെട്ടിപ്പിടിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൺമണി ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കൃഷി തന്നോട് അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചതെന്നുള്ള കാര്യം കൺമണിക്ക് വളരെയധികം സ്നേഹത്തോടു കൂടി കൺമണി ആലോചിച്ച് നിൽക്കാട്ടോ ചെയ്യുന്നത്. കൺമണിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നും കൺമണിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാം എന്നുമൊക്കെ കൃഷി പറയുമ്പോഴത്തേനും കൺമണിക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ സങ്കടവും വരുന്നുണ്ട്. കാരണം കൃഷി തൻ്റെ ഭർത്താവാണല്ലോ, തൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തനിക്ക് എത്രമാത്രം സന്തോഷമാണെന്നുള്ളതാണ് കൃഷിനെ ഓർത്ത് നിൽക്കാട്ടോ നമ്മുടെ കൺമണി. ഇത്രയും കാണിച്ചുകൊണ്ടെന്ന് എപ്പിസോഡ് വിശേഷം